ദൈനംദിനമായി ചൊല്ലുക. സുബൈക്ക് ഞങ്ങളെ പെട്ടിൽ നിന്ന് തീയടിച്ചെങ്കിൽ ജാമട പെട്ടു കിടക്കുക കൊണ്ടെടുത്തോളും നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ട്, എത്ര ദിക്റുകൾ പഠിപ്പിച്ചിട്ട്, ഏതെങ്കിലും നിലക്കുള്ളതായ തസ്ബീഹുകൾ പഠിപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു പ്രാർത്ഥന അല്ലാഹു അല്ലാതെ ഏതെങ്കിലും ഒരു മഖ്ലൂഖ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ചെന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് പഠിപ്പാട്ടവുമായിട്ടേ ഞങ്ങോട് വന്നു കൂടിരും ബിൽച്ചതുണ്ടാ ഇല്ലെന്നാണ് ഹദീസർ കിതാബിലെ കാട്ടുന്നത്. രണ്ടാമത് പ്രാർത്ഥന സ്വഹിയായിട്ടുള്ളതായ ഹദീസിൽ 100 കണക്കിന് വന്നത്. എത്ര ഹദീസിലെ ഗ്രന്ഥത്തിൽ ബുഖാരി, മുസ്ലിം, തിർമിദി, അബൂ ദാവൂദ്, ഇബ്നു മാജ, നസായി, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അങ്ങനെ ഹദീസിലെ ഏത് ഗ്രന്ഥം നോക്കിയിട്ടുണ്ടെങ്കിൽ കിതാബ് ദുആ, ബാബ് ദുആ ചില അധ്യായമേ മുഹദ്ദിസിനെ കൊടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടതായ പ്രാർത്ഥന ഏതെങ്കിലും ഒരു പ്രാർത്ഥന അല്ലാഹു അല്ലാതെ ഏതെങ്കിലും ഒരു മഖ്ലൂഖ് വിളിച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് പോലെ കാണാൻ സാധ്യതയുണ്ടോ? എല്ലാ സലഫിനെ ചെന്നിട്ടുള്ളത്. അപ്പൊ ബാബു ദുആ അങ്ങനെ ഹദീസിലെ കിതാബുകൾ കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒന്നും അല്ലാഹു അല്ലാതെ അങ്ങനെ വിളിച്ചിട്ട് കേൾക്കുന്നത് ഉണ്ടോ? അല്ലാഹു അല്ലാതെ അങ്ങനെ വിളിച്ചതുണ്ടാ? ഈ കണ്ട കിതാബ് ഹദീസിലെ കിതാബ് സുനന് ഇബ്നു മാജ സിഹാഉ സിത്തയിൽപ്പെട്ട ഹദീസിലെ കിതാബ് 6 പ്രസിദ്ധമായ ഹദീസിലെ ഗ്രന്ഥമുണ്ട്. ആ 6 ഹദീസ് ഗ്രന്ഥത്തിൽപ്പെട്ട ഒരു കിതാബായി സുനന് ഇബ്നു മാജ. മഹാനായ ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹുവിന്റെ സുനൻ. അതിലൊരു അധ്യായം കണ്ട് ഇയാൾ ചൊന്തല്ലേ എന്തോ ദിക്ർ അധ്യായ ദുആ അധ്യായം ഉണ്ട്. അതിൽ ഏതെങ്കിലും അല്ലാഹു തെളിയിച്ചതുണ്ടാ? ഇത് ഒരു അധ്യായ ബാബു മാ ജാഅ ഫീ സ്വലാത്തിൽ ഹാജ. ബാബു മാ ജാഅ ഫീ സ്വലാത്തിൽ ഹാജത്തി. സ്വലാത്തുൽ ഹാജത്ത് ചൊല്ലോ ഒരു നിസ്കാര, ആ നിസ്കാരത്തെ ಬಗ್ಗೆ പഠിപ്പാട്ടോർ അധ്യായ. എന്തിനാ അധ്യായത്തിലുള്ള ദിക്റ്? ആ അധ്യായത്തിലുള്ള ദിക്ർ എന്തോ പഠിപ്പാട്ട പഠിപ്പാട്ടിയ നോക്കൂ. അൻ ഉസ്മാൻ ബനി ഹുനൈഫിൻ അന്ന റജുലൻ ലരീറൽ ബസർ. കണ്ണ് കാണാത്ത ഒരു സ്വഹാബി അതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ മുട്ട ബന്ത് ഫഖാല അയാൾ ചൊല്ലു ഉദുല്ലാഹ ലി അൻ യുആഫിയനി. നബിയെ നക്ക് ബാനായിട്ട് ദുആ റക്കറു. നക്ക് കണ്ണ് കാണ്ടില്ല നബിയെ, നക്ക് ബാനായിട്ട് നിങ്ങ നന്റെ കണ്ണിരെ കാഴ്ച കിട്ടു ദുആ റക്കണു. ഫഖാല അപ്പൊ നബി ചൊന്തു ഇൻ ശിഅത അഖർതു ലക വഹുവ ഖൈർ. നീ ഉദ്ദേശിച്ചെങ്കിൽ ഞാനിപ്പോ നിക്ക് ദുആ റക്കില്ല, നിക്കത് ഖൈറായി തിക്കട് ചെമ്മ കൂലി ഉണ്ട് സബറെടുത്തെങ്കിൽ. വഇൻ ശിഅത ദഅഉതു. അല്ല നിക്ക് നിർബന്ധം ഉണ്ട് കണ്ടെങ്കിൽ ഞാൻ നിക്ക് ബാനായി ദുആ റക്കട. ഫഖാല അപ്പൊ നബി ചൊന്തു അയാൾ ചൊന്തു ഉദു നബി ദുആ റക്കറു. ഫഅമറഹു അൻ യതവല്ല. അപ്പൊ നബി എന്താക്കിയിട്ട് അയാളോട് ഉളു എടുക്കൂ ചൊന്തു. ഫയുഹ്സിന ഉളുഅഹു. ആ ഉളുടെ നല്ല ചന്താക്കൂ നബി പഠിപ്പാട്ടിട്ട്. വയുസല്ലി റകഅതൈനി. 2 റകഅത്ത് നിസ്കരിക്കൂ ചൊന്തു. ഉളു എടുത്തിട്ട് എന്താക്കണോ? 2 റകഅത്ത് നിസ്കരിക്കണോ. എന്നിട്ട് നബി ഒരു ദുആ പഠിപ്പാട്ട്. അയാൾക്ക് ഒരു ദുആ. ആർക്ക്? ഈ സ്വഹാബിക്ക്, കണ്ണ് കാണാത്ത സഹാബിക്ക് ഇതാ നീ നിസ്കരിച്ചിട്ട് ഇങ്ങനെ ദുആ റക്കണോ. എങ്ങനെ ദുആ? വയദു ബിഹാദ ദുആ. ഈ ദുആ നീ ദുആ റക്കണോ. اللهم إني أسألك وأتوجه إليك بمحمد النبي الرحمة يا محمد إني قد توجهت بك إلى ربي في حاجتي هذه لتقضى اللهم فشفعه فيا. എന്തിനായി തികട് ദുആലുള്ളൂ? അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അസ്അലുക പടച്ചോനെ ഞാൻ നിന്നൊട്ടിക കേട്ടോണ്ടുള്ള വ അതവജ്ജഹു ഇലൈക നിന്നിലേക്ക് ഞാൻ മിഡ്ൽമാൻ ആക്കിയോണ്ടുള്ള മധ്യവർത്തിയാക്കിയോണ്ടുള്ള ഒരു മിഡ്ൽമാൻ. ആരെ? ബി മുഹമ്മദിൻ നബിർ റഹ്മാ. കാരുണ്യത്തിന്റെ പ്രവാചകരായ മുഹമ്മദ് നബിയെ ഞാൻ മധ്യവർത്തി ആക്കിയോണ്ടുള്ള മിഡ്ൽമാൻ. എന്തെങ്കിലും മിഡ്ൽമാൻ ഈ സ്വഹാബി കണ്ണു കാണാത്ത സ്വഹാബിരെയും അള്ളാരെയും നടുവിൽ ആറ് നബി ഒരു മധ്യവർത്തി. എന്നിട്ട് നബിയെ വിളിക്കോ പഠിപ്പാട്ടോ നബി യാ മുഹമ്മദ്. ഓ മുഹമ്മദ് നബിയേ. ഈ മൗലവി എന്ത് ചെയ്യുന്നു? അള്ളാഹു അല്ലാത്ത ആൽമാരെ വിളിച്ചതുണ്ടാ? മുഹമ്മദ് നബി അള്ളാഹ് യാ മുഹമ്മദ് നബിയെ വിളിക്കോ. നബി പഠിപ്പാട്ടിത്ത് യാ മുഹമ്മദ്. ഓ മുഹമ്മദ് നബിയെ ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫി ഹാജതി ഹാദിഹി. നന്റെ ഈ ആവശ്യത്തിന്റെ വിഷയത്തിൽ തങ്ങളെ ഞാൻ മിഡ്ൽമാൻ ആക്കിയേ. യാ മുഹമ്മദ് നബിയെ വിളിക്കൂ. നബി പഠിപ്പാട്ട്
ഇത് ഇമാം ഇബ്നു മാജ ദുആര അധ്യായത്തിൽ നിസ്കാരത്തിന്റെ അധ്യായത്തിൽ കൊടുക്കുറു സ്വലാത്തുൽ ഹാജത്തിന്റെ അധ്യായത്തിൽ എന്തികി ഇന്നുള്ള മുസ്ലിമീങ്ങവും എന്താക്കണോ ഇപ്പൊ നബിയുടെ കാലത്തുള്ളത് ആ കാലത്തേക്ക് മാത്രം ബാധകല്ല. ഇപ്പൊ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അയാൾ ജനറക്കായത്ത് സ്കരിച്ചിട്ട് ഈ ദ്വാരക്കൊണോണ്ട് പടിപ്പാട്ടൊക്കെ വേനായിട്ടായി തിക്കടി മാമിങ്ങ അങ്ങനെ ഹദീസിന്റെ കിതാബിൽ കൊടുക്കറോ. അപ്പൊ ഇണ്ടു എന്താക്കണോ സ്കരിച്ചിട്ട് ആരെ വിളിക്കണോ? നബിരെ വിളിക്കണോ. യാ മുഹമ്മദ് അല്ലെങ്കിൽ യാ റസൂലല്ലാഹ് നബിരെ വിളിക്കണോ. ഇത് ആറ് പടിപ്പാട്ടിരോ നോക്കറു. നിങ്ങക്ക് അറബി ഓതൊക്കെ തരുന്നെങ്കിൽ നിങ്ങൾ നോക്കറു, നിങ്ങക്ക് കാണൂ. ഞങ്ങ വെറുതെ ചൊല്ലമാ ഇല്ലാത്തത് ചൊല്ലമാ നോക്കറു. നിങ്ങ ഹദീസിലെ കിതാബിലും അറബി ഓതൊക്കെ നിങ്ങക്ക് തരുവല്ലേ അർത്ഥം അറിഞ്ഞില്ലെങ്കിലും. ഹദീസിൽ ഉണ്ടായില്ലേ നിങ്ങ നോക്കറു, ചെക്കാക്കോറു. ഞങ്ങ കളവ് ചൊല്ലമാ. യാ മുഹമ്മദ് റസൂലുള്ളാഹിനെ വിളിക്കൂ നബി പടിപ്പാട്ട്. ഇത് ഈ കിതാബിൽ മാത്രമല്ല. അയാൾ എന്തിനെ വെല്ലുവിളിച്ചേ? ഹദീസിൽ കിതാബിലുണ്ടോ? ഏതെങ്കിലും കിതാബിലുണ്ടോ? എന്ത് വെല്ലുവിളി? ഒരു കിതാബ് മാത്രമല്ല. ഇനിതാ ഇത് സിഹാബ് സിത്തയുടെ വേറൊരു കിതാബ് സുനനു തിർമിദി.